നമസ്കാരം ഫ്രണ്ട്സ്. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനോട് അനുബന്ധിച്ച് നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ വലിയ വിവാദങ്ങളായിരുന്നു ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അത് കുറച്ചൊന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും ഇത് വീണ്ടും വിവാദത്തിലേക്ക് ചാടുകയാണ് സിനിമാ മേഖല. ഇത്തവണ പ്രധാന വിവാദമായി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി. എന്നിട്ട് അതില് നടന്മാരെ എല്ലാം വളരെ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് നടന്മാർ വാങ്ങിക്കുന്ന പ്രതിഫലം വളരെ കൂടുതലാണെന്നും ഇത് കുറച്ചില്ലെങ്കിൽ സിനിമാ മേഖല വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും പ്രൊഡ്യൂസർമാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഈ നടന്മാർ വാങ്ങുന്ന പ്രതിഫലം കുറയ്ക്കാൻ അവർ തയ്യാറാകണമെന്നും അതല്ലെങ്കിൽ ജൂൺ 1 തീയതി മുതൽ സിനിമാ മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് സമരത്തിനിറങ്ങുമെന്നുമാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് വാർത്താ സമ്മേളനത്തോടെ. 2 ദിവസം മുമ്പ് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ അസോസിയേഷന്റെ ഒരു ഭാരവാഹിയായിട്ടുള്ള സുരേഷ് കുമാർ, നമുക്കറിയാം അദ്ദേഹം നമ്മുടെ പഴയ ആക്ട്രസ് മേനകയുടെ ഭർത്താവാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നടന്മാരെല്ലാം മുതിർന്ന നടന്മാരായിക്കോട്ടെ, ഇപ്പം വരുന്ന പുതിയ ന്യൂ ജനറേഷൻ നടന്മാരായിക്കോട്ടെ, എല്ലാവരും വാങ്ങുന്ന പ്രതിഫലം വളരെയധികം കൂടുതലാണെന്നും അത് പ്രൊഡ്യൂസേഴ്സിന് താങ്ങാൻ പറ്റുന്നില്ലെന്നുമാണ്. കാരണം ഈ നടന്മാരുടെ ഇവർ വാങ്ങുന്ന തുക കൊണ്ട് തന്നെ, വാങ്ങുന്ന പ്രതിഫലം കൊണ്ട് തന്നെ സിനിമയുടെ ബഡ്ജറ്റ് അങ്ങ് കുതിച്ചുയരുകയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിന് തക്ക വരുമാനം ഈ സിനിമകളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം ഈ പ്രൊഡ്യൂസേഴ്സിന് ലാസ്റ്റ് വരുമ്പം ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തുന്നതെന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. അപ്പം ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറെ ആളുകൾ വന്നു. പക്ഷേ ആന്റണി പെരുമ്പാവൂർ, നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇറക്കിയതോടുകൂടി ഈ ഒരു ഫിലിം മേഖലയിലെ ഈ ഒരു പ്രശ്നം വളരെ സങ്കീർണമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കാരണം ആന്റണി പെരുമ്പാവൂർ ഈ സുരേഷ് കുമാറിനെ വളരെയധികം വിമർശിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതായത് സുരേഷ് കുമാർ മറ്റുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും ചോദിക്കാതെയാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയതെന്നും ഫിലിം മേഖലയിൽ ഇതുപോലുള്ള പ്രതിസന്ധി ഇവർ പറയുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഒന്നും ഇല്ല എന്നൊക്കെയാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമര പരിപാടികളുമായിട്ടൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യമില്ലെന്നാണ്. കാരണം അത്രമാത്രം പ്രശ്നങ്ങളൊന്നും തൽക്കാലം സിനിമാ മേഖലയിൽ ഇല്ലെന്നാണ് ആന്റണിയുടെ അഭിപ്രായം. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ സിനിമാ മേഖലയെ മുഴുവനായിട്ടൊരു പ്രതിസന്ധിയിലേക്ക് ഈ സമരപരിപാടികൾ കൊണ്ടുപോകുന്നുള്ള കാര്യമാണ്. അത് എല്ലാവരെയും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാവരുടെ ജീവിതത്തെയും ബാധിക്കുന്നുള്ള കാര്യമാണ് ആന്റണി പെരുമ്പാവൂർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വളരെ രൂക്ഷമായിട്ട് സുരേഷ് കുമാറിന്റെ പ്രസ്താവനകളെ ആന്റണി പെരുമ്പാവൂർ ഖണ്ഡിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയത്. അപ്പം ഈ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ടാണ് എല്ലാ നടന്മാരും രംഗത്ത് വന്നത്. നമ്മുടെ ലാലേട്ടനും മോഹൻലാലും അതേപോലെ പൃഥ്വിരാജ്, ഉണ്ണിമുകുന്ദൻ, എല്ലാ നടന്മാരും ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിലിം മേഖലയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്രയും ദിവസമായിട്ടും, ഏകദേശം ഒരു 4-5 ദിവസമായിട്ടും ഇതുവരെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ AMMA, ഇവർക്ക് രണ്ടുപേർക്കും ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഒരു രമ്യമായ വിഷയം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് ഇപ്പം പുതിയതായി കേൾക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ സർക്കാരിനെ ഇതിനകത്ത് ഇടപെടുത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം സർക്കാരും കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുകയുള്ളൂ. അപ്പം സർക്കാർ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ പറയും, അങ്ങനെ പിന്നെ നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയും. അത് പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനെയും ബാധിക്കും, നടന്മാരെയും ബാധിക്കും, രണ്ടു കൂട്ടരെയും ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പുതിയ പുതിയ നിയമങ്ങൾ വന്നാൽ. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രതിസന്ധി ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ തന്നെ, സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ തന്നെ ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി സർക്കാരിനൊക്കെ ഇടപെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഈ പ്രശ്നം വഷളാവുകയുള്ളൂ. അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും വിവാദമാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമങ്ങളെല്ലാം അറിയിച്ച്, അതുപോലെ ജനങ്ങളെല്ലാം അറിയിച്ച് ഇത്രയും വിവാദമാക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് വീണ്ടും ഇത്രയും വിവാദമാക്കിയതോടുകൂടി ഇപ്പം വീണ്ടും പൊതുസമൂഹത്തിന്റെ ഇടയ്ക്ക് സിനിമാ മേഖലയെ പറ്റിയുള്ള അഭിപ്രായം വീണ്ടും മോശമായി പോകാനേ ഇത് ഇടയാക്കുകയുള്ളൂ. വീണ്ടും സിനിമാ മേഖല വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനേ ഈ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് ഇപ്പം സാധിച്ചിട്ടുള്ളൂ. ഇതുവരെ നിലവിലെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് രമ്യമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു.
ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ സംഘടനയും കൂടി ഒരുമിച്ച് ചേർന്ന് ആ, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. അപ്പം ഇതിപ്പം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ഒരു സിനിമാ നടൻ ജയൻ ചേർത്തല എന്ന് പറയുന്ന സിനിമാ നടനെതിരെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ്. അവരെ അപമര്യാദയായിട്ട് സംസാരിച്ചു അവരെ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഈ പ്രതിസന്ധി രൂക്ഷമാകുകയുള്ളൂ. ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട പരാതി എന്താണെന്ന് വെച്ചാൽ ഈ മുതിർന്ന നടന്മാര് 15 കോടി 20 കോടി 25 കോടിയൊക്കെയാണ് പ്രതിഫലം വാങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം ഒരു സിനിമയ്ക്ക് ഒരു 75 കോടിയാണെങ്കിൽ അതിനകത്ത് 25 കോടി 30 കോടിയും ഇവർക്കാണ് കൊടുക്കേണ്ടി വരുന്നത്. അത് തങ്ങളെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്. അതായത് നടന്മാരുടെ പ്രതിഫലം വളരെയധികം കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവസാനം ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഈ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. പക്ഷെ അപ്പം ഇവർ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട നടന്മാരുടെ തലയുണ്ടെങ്കിൽ മാത്രമേ ആ സിനിമകൾ കളിക്കുള്ളൂ ഇട്ടിട്ടുള്ളത് ഒരുപാട് ദിവസം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ആ വരുമാനം തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ നടന്മാരുടെ തലയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്, അത് പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കണം. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അവര് കൂടുതലായിട്ട് ആർട്ടിസ്റ്റുകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇവര് പറയുന്നതിനും കാര്യമുണ്ട്. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാല് നടന്മാർ ഒരുപാട് തുക മേടിക്കുമ്പോൾ ഇപ്പൊ ഒരു 75 കോടിയുടെ സിനിമയാണെങ്കിൽ അതിൽ 25-30 കോടി ഒരു നടൻ തന്നെ മേടിക്കുമ്പം അവർക്കത് ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് പറയുന്നതിനും കാര്യമുണ്ട്. അത് നമുക്കറിയുന്ന കാര്യമാണ്. മുതിർന്ന നടന്മാരെല്ലാം നല്ല പ്രതിഫലം മേടിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവരുടെ തലയുള്ളതുകൊണ്ടാണ്, മുതിർന്ന നടന്മാരുടെ തലയുള്ളതുകൊണ്ടാണ് ഈ ഒരു സിനിമകളും കൂടെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ തിയേറ്ററുകളിൽ കളിച്ചു പോകുന്നത് എന്നുള്ളൊരു വസ്തുത കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഈ സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് രമ്യമായിട്ട് ആർട്ടിസ്റ്റുകളും അതേപോലെ പ്രൊഡ്യൂസേഴ്സും കൂടെ ചേർന്നിരുന്നിട്ട് സംസാരിച്ച് പരിഹരിക്കാവുന്ന ഒരു വിഷയമുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അന്നമാണ്, അതുപോലെ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഇപ്പം നടന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരായിക്കോട്ടെ, ഡയറക്ടർമാരായിക്കോട്ടെ, ഒരുപാട് പേരുടെ അന്നമാണിത്. അതേപോലെ ആയിരക്കണക്കിന് അണിയറ പ്രവർത്തകരാണ് ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നത്, ടെക്നീഷ്യന്മാർ. അപ്പം ഇവരുടെ എല്ലാം ഒരു ജീവിതമാർഗമാണ് ഈ ഒരു സിനിമാ മേഖല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രതിസന്ധി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇവിടെ സമരമൊക്കെ വന്ന് മാസങ്ങളോടെ അല്ലെങ്കിൽ വർഷങ്ങളോടെ ഇവിടെ പ്രതിസന്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേരുടെ ജീവിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു രമ്യമായിട്ടുള്ള പരിഹാരം സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്.